ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇത് പണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അതായത് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് ബാലൻസ് ഷീറ്റ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിലൊരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. പേര് പോലെ തന്നെ ഇക്വിറ്റിയിൽ എന്തൊക്കെ ചേഞ്ച് വരുമോ അതിന് കാണിക്കുന്നത്, അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, യൂസേഴ്സിന് അതിൻ്റെ മൂവ്മെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ ഡീൽ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ എന്തൊക്കെ വരുമോ അതിൻ്റെ മൂവ്മെൻറ്റും ചേഞ്ചുകളുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ, പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതുപോലത്തെ കാര്യങ്ങളാണ് അല്ലേ. നിങ്ങൾക്കറിയാം നോർമൽ ബാലൻസ് ഷീറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ എന്തൊക്കെ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, അതായത് ഷെയർ ക്യാപിറ്റലിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ബൈ ബാക്ക് ചെയ്തു, പിന്നെ അതിൻ്റെ പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയം, അതിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ കാണിക്കണം. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, കറൻറ്റ് പീരീഡിൽ അല്ലെങ്കിൽ റണ്ണിങ് പീരീഡിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അതുപോലെ ചേഞ്ചസ് ഇൻ റിസർവ്സ്, അപ്രോപ്രിയേഷൻസ്, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻസ് ആണ് അല്ലേ. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് അപ്രോപ്രിയേഷൻസ് എന്ന് പറയുക. നോർമലി നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന എല്ലാ ചേഞ്ചുകളെയും കാണിക്കാൻ വേണ്ടി, അതായത് യൂസേഴ്സിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാകും. ആ ഒരു മൂവ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അതിൻ്റെ ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ പ്രൊഫോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓരോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന ഓരോ ഐറ്റത്തിനെ നമ്മൾ ഓരോ ഹെഡായിട്ട് തിരിക്കണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ക്യാപിറ്റൽ റിസർവ്, റീവാലുവേഷൻ സർപ്ലസ്, ട്രഷറി സ്റ്റോക്ക്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കോളം കൊടുക്കണം. ഓക്കെ, ആദ്യം വരുന്നത് ഓപ്പണിംഗ് ബാലൻസ്. എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും അല്ലേ. ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ഓപ്പണിങ്ങിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുക, റീറ്റെയിൻ ഏർണിങ്സിൻ്റെ കോളത്തിൽ അതിൻ്റെ എഴുതുക. അങ്ങനെ ഓരോ കോളത്തിലും ഓരോന്നിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഇനി അടുത്ത വരുന്നത് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. ആ റിപ്പോർട്ടിംഗ് പീരീഡിൽ പുതിയതായിട്ട് ഷെയർസ് എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെവിടെ എഴുതുക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോളത്തിൽ എഴുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാത്രം ചേഞ്ചസ് ആണ്. ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യം വരില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസിൽ പുതിയതായിട്ട് ഷെയർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇനി ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയത്തിലാണെങ്കിൽ എന്ത് വരും? സെക്യൂരിറ്റീസ് പ്രീമിയം വരും. അപ്പോൾ ഇവിടെ ഒരു ഹെഡിങ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ട്, അതിൻ്റെ നേരെ തന്നെ പ്രീമിയം എമൗണ്ട് എഴുതുക. ഓക്കെ, ഇനി ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് വരുമ്പോൾ എല്ലാ ഹെഡിൻ്റെയും ടോട്ടൽ ഇവിടോട്ട് ടോട്ടൽ ചെയ്തിടുക. അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എഴുതുക, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ അത് എഴുതുക, അതിൻ്റെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതുക. ബാക്കി എല്ലാ കോളവും നില്ലായിരിക്കും. ഷെയർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ റിസർവ്, റീവാലുവേഷൻ സർപ്ലസ് അതൊന്നും വരില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് വരുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കോളത്തിലും സെക്യൂരിറ്റീസ് പ്രീമിയം കോളത്തിലും മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം, അതായത് നമ്മളെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അപ്രോപ്രിയേഷൻ, അത് എടുത്തെഴുതുക. അതെവിടെ എഴുതുക? റീറ്റെയിൻഡ് ഏർണിങ്സിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ ആ കോളത്തിൽ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം, അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അപ്രോപ്രിയേഷൻ, അതെടുത്തെഴുതുക. ഇനി ലോസ് ആണെങ്കിൽ നെഗറ്റീവ് ഫിഗറായിട്ട് എഴുതുക, അതിൻ്റെ ടോട്ടൽ ഇവിടെ എടുത്ത് എഴുതുക. ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻസ് ആണ്. അതായത് കോംപ്രിഹെൻസീവ് ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം എന്തൊക്കെ അപ്രോപ്രിയേഷൻസ് നടന്നിട്ടുണ്ടോ അതാണ്. അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിൻ്റെ കോളത്തിൽ എഴുതുക, ടോട്ടലിൽ എഴുതുക. ഇനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്തു, അതൊക്കെയാണെങ്കിൽ ഡിവിഡൻഡ് എവിടെ നിന്നാണ് പോവുക? റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്നാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുക അല്ല. അപ്പോൾ അവിടെ നെഗറ്റീവ് ഇതായിട്ട് കാണിക്കുക, ഒരു ഡിഡക്ഷനായിട്ട് കാണിക്കുക,
ടോട്ടൽ കോളത്തിൽ ഒരു നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഷെയർ ബൈബാക്ക് ഓഫ് ഷെയർസ് എവിടെ വരിക, ഷെയറിലാണ് അതിൻ്റെ ഡിഡക്ഷൻ വരിക അല്ലെങ്കിൽ ഡിക്രീസ് വരിക. അപ്പോൾ അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോളത്തിൽ കാണിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് ഫിഗറായിട്ട് ടോട്ടൽ കോളത്തിലും കാണിക്കാം. ഇനി റീവാലുവേഷൻ റിസർവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാണിക്കുക. അവിടെ റീവാലുവേഷൻ സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ് കാണിക്കുക. ഇപ്പോൾ റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കാം. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, ക്ലോസിങ് ബാലൻസ് കിട്ടും. അതിൻ്റെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഈ ടോട്ടൽ കോളവും ഇതിൻ്റെ ടോട്ടലും സെയിം ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്രയും കൂടി ക്ലാരിറ്റി കിട്ടും. ഇല്ലസ്ട്രേഷനിൽ പറയുന്നത് എന്താ, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ SOCE ഫോർ ദ പീരീഡ് എൻഡിങ് 31/3/2019. അപ്പോൾ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018-19 ആണ്. അപ്പോൾ 31/3 SOCE ഉണ്ടാക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 40 lakh, ഓപ്പണിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം 10 lakh, റീറ്റേൺഡ് ഏർണിംഗ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 12,60,000, ജനറൽ റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 26,75,000, റീവാലുവേഷൻ റിസർവ് ആസ് ഓൺ 1/4/2018, അതായത് ഓപ്പണിംഗ് റീവാലുവേഷൻ റിസർവ് 1,20,000, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ ഇയർ 2018-19 30 lakh, അതായത് പുതിയതായിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തിയേക്കുന്നതാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം ഓൺ ന്യൂ ഇഷ്യൂ, അതായത് ഈ 30 lakh റുപ്പീസിൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ അതിൽ നിന്ന് സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് കിട്ടിയത് എത്രയാണ്, 7,50,000, അതായത് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ ഉള്ള സെക്യൂരിറ്റീസ് പ്രീമിയമാണ് 7,50,000. ഇനി കോംപ്രിഹെൻസീവ് ഇൻകം ഡ്യൂറിംഗ് ദ ഇയർ 18-19 26,56,000, അതായത് കറൻറ്റ് ഇയർ സർപ്ലസ് ആണ്. ഇനി ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 14,20,000, അതായത് ട്രാൻസ്ഫർ ഫ്രം പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ ആണ്. എങ്ങോട്ടുള്ള ട്രാൻസ്ഫറാണ്, ജനറൽ റിസർവിലേക്കുള്ള. അപ്പോൾ 14,20,000. ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഡിവിഡൻഡ് പ്രൊപ്പോസ് ഡ്യൂറിംഗ് ദ ഇയർ 7 lakh. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് നമ്മൾക്ക് തന്നേക്കുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഫോർ ദ പീരീഡ് എൻഡ് 31/3/2019. ഹെഡിങ് കൊടുക്കുക, പെർട്ടിക്കുലേഴ്സ് കോളം കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ അതെല്ലാം ഇവിടെ ഓരോ കോളമായിട്ട് കാണിക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, സെക്യൂരിറ്റീസ് പ്രീമിയം, സർപ്ലസ്, ജനറൽ റിസർവ്, റീവാലുവേഷൻ റിസർവ്. ഇനി ഓപ്പണിംഗ് ബാലൻസ് ആദ്യം തന്നെ എഴുതുക. ബാലൻസ് ആസ് ഓൺ 1/4/2018 അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട് 40 lakh, സെക്യൂരിറ്റീസ് പ്രീമിയം 10 lakh, നെറ്റ് പ്രോഫിറ്റ് 12,60,000, ജനറൽ റിസർവ് 26,75,000 ആൻഡ് റീവാലുവേഷൻ റിസർവ് 1,20,000. ഇവിടെ റീവാലുവേഷൻ ലോസ് എന്നാണ് തന്നേക്കുന്നത്, ഇത് നെഗറ്റീവായിട്ട് കാണിക്കുക. ഇനി ഇത്രയും ഐറ്റത്തിൻ്റെ ടോട്ടൽ ചെയ്യുക, ടോട്ടൽ കോളത്തിൽ എടുത്ത് എഴുതുക 90,55,000. അടുത്തത് എന്താ വരിക, അടുത്ത് പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എത്രയാണ്, 30 lakh. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോളത്തിൽ 30 lakh എടുത്ത് എഴുതാം. തൊട്ടടിയിൽ പറഞ്ഞേക്കുന്നത് ആ ഇഷ്യൂ നടത്തിയപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ കോളത്തിൽ 7,50,000 എടുത്ത് എഴുതാം. അതായത് 30 ലക്ഷത്തിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ 7,50,000 സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റീസ് പ്രീമിയം കോളത്തിൽ എഴുതുക. ഇനി ഇത് രണ്ടും ടോട്ടൽ ചെയ്യുക, ഔട്ടർ കോൾ എടുത്ത് എഴുതുക 37,50,000. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, കോംപ്രിഹെൻസീവ് ഇൻകം ഡ്യൂറിംഗ് ദ ഇയർ 18-19 26,56,000, അതായത് സർപ്ലസ് ഡ്യൂറിംഗ് ദി ഇയർ. എവിടെ കാണിക്കുക, സർപ്ലസ് കോളത്തിൽ കാണിക്കുക 26,56,000. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഔട്ടർ കോളത്തിൽ അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 14,20,000. ഈ ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഇയർ പ്രോഫിറ്റ് അല്ലെങ്കിൽ റീറ്റേൺഡ് ഏർണിങ്സ് ചെയ്യുന്ന അപ്രോപ്രിയേഷൻ നടത്തുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്, ഇവിടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കോളത്തിൽ അല്ലെങ്കിൽ സർപ്ലസിൻ്റെ കോളത്തിൽ നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കണം അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 14,20,000 ബ്രാക്കറ്റിലിടുക, അതായത് നെഗറ്റീവ് എന്നർത്ഥം. ഇനി ഇവിടെ പ്രോഫിറ്റിൽ നിന്ന് കുറയുമ്പോൾ എവിടെ കൂടിയിട്ടുണ്ടാവും, ജനറൽ റിസർവിൽ കൂടിയിട്ടുണ്ടാവും, സെയിം എമൗണ്ട് തന്നെ അല്ലേ. അപ്പോൾ ജനറൽ റിസർവിൻ്റെ കോളത്തിൽ പോസിറ്റീവ് ഫിഗറായിട്ട് 14,20,000 കാണിക്കുക. ടോട്ടൽ ചെയ്യുക, ഔട്ടർ കോളത്തിലിടുക, നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ 0 അല്ലേ. ഇനി ഏറ്റവും അവസാനം പറഞ്ഞേക്കുന്നത് ഡിവിഡൻഡ് പ്രൊപ്പോസ് ഡ്യൂറിംഗ് ദ ഇയർ 7 lakh. ഈ ഡിവിഡൻഡ് എവിടെ നിന്നാണ് പോവുക, നമ്മൾ അതും അപ്രോപ്രിയേഷനാണ്, പ്രോഫിറ്റിൽ നിന്ന് കറൻറ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡിവിഡൻഡ് എഴുതുക, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസിൽ നിന്ന് ഒരു ഡിഡക്ഷനായിട്ട് കാണിക്കുക 7 lakh, ഔട്ടർ കോളത്തിൽ നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കുക. ഇനി വേറൊരു കാര്യം, ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാണിക്കണം. ഇവിടെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിലും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാണിക്കണം, അതൊരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ കറൻറ്റ് പെർസെൻറ്റേജ് കാണിക്കുക 17.472% ആണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാണിക്കുക, അതും എവിടെ നിന്നാണ് കുറയ്ക്കുക, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു അപ്രോപ്രിയേഷൻ ആണ് 1,48,197, ഔട്ടർ കോളത്തിൽ നെഗറ്റീവായിട്ട് കാണിക്കുക.
ഇനി നിങ്ങൾ ഔട്ടർ കോളത്തിലെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. 90,55,000 പ്ലസ് 37,50,000 പ്ലസ് 26,56,000 പ്ലസ് -7 lakh പ്ലസ് 1 lakh 48,197 നെഗറ്റീവ്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 1,46,12,803 കിട്ടും. ഇതിൻ്റെ ടോട്ടൽ, ഈ വെർട്ടിക്കൽ കോളത്തിൻ്റെ ടോട്ടൽ. ഇനി റോ വൈസ് ടോട്ടൽ എടുക്കാം. നിങ്ങൾ ഓരോ കോളത്തിൻ്റെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റോ വൈസ് ടോട്ടൽ എടുക്കുമ്പോൾ 70 lakh പ്ലസ് 17,50,000 പ്ലസ് 16,47,803 പ്ലസ് 40,95,000 പ്ലസ് 1,20,000. അതിൻ്റെ ടോട്ടൽ വരുമ്പോഴും സെയിം തന്നെ 1,46,12,803. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിലുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിലെ ചേഞ്ചസ് ആണ് നോർമലി നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ യൂസേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത്. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഈ 5 കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.